എല്ലാവർക്കും അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ആക്ച്വലി ഈയിടെ ഒരു ജെയിംസ് ബോണ്ട് മൂവി കണ്ടു. ആക്ച്വലി ഈയിടെ ഇറങ്ങിയ, അതായത് ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഒരു ജെയിംസ് ബോണ്ട് മൂവിയല്ല, കുറച്ച് പഴയതാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് റോജർ മൂർ ആയിരുന്നു ജെയിംസ് ബോണ്ട് ആയിട്ട്. അപ്പം അതിൽ കുറെ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമോ എന്ന്. അതായത് ഇതുപോലത്തെ ആ ഒരു ആക്ഷൻ അഡ്വഞ്ചർ, എന്തു പറയാ, സൂപ്പർ ഹ്യൂമൻ, അതുപോലത്തെയൊക്കെ ഈ ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് ആക്ച്വലി നടക്കുമെന്ന് എനിക്കൊരു സംശയം വന്നു. അതായത് അപ്പം അങ്ങനത്തെ ഏജൻസീസ് ഒക്കെ യഥാർത്ഥത്തിലുണ്ടോ? നമ്മളിപ്പോ ഒത്തിരി ഏജൻസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പം ലൈക്ക് അമേരിക്കയുടെ CIA, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ റോ ഉണ്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, പിന്നെ നമ്മുടെ ഇസ്രായേലിന്റെ മൊസാദ്, പിന്നെ നമ്മുടെ റഷ്യയുടെ KGB, പിന്നെ ബ്രിട്ടന്റെ MI6. അപ്പം ഇവരുടെയൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെറിയൊരു റിസർച്ച് നടത്തി. പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് അത്രയ്ക്കൊരു സൂപ്പർ ആക്ഷൻ മൂവി പോലെ അല്ല ഇവരുടെയൊക്കെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ, അതായത് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് വെച്ചാൽ. പക്ഷെ ആക്ച്വലി ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഏജൻസിയെ കുറിച്ച് അറിയാൻ ഇടയുണ്ടായി. നമ്മുടെ മൊസാദ് ഉണ്ടല്ലോ, അതായത് ഇസ്രായേലി സ്പൈ ഏജൻസിയുടെ ഉള്ളിലുള്ള ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട്. അതായത് മൊസാദ് ഒരു സീക്രട്ട് ഏജൻസി ആണെങ്കിൽ ഈ ഒരു ഏജൻസി സൂപ്പർ സീക്രട്ട് ഏജൻസി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഈ ഒരു ഏജൻസിയുടെ പേരാണ് കിഡോൺ, KIDON. അപ്പൊ ഞാൻ ഓർത്തു ഈ ഒരു ഏജൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പം ഈ ഒരു ഏജൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഇസ്രായേലി സൈന്യം എത്രമാത്രം ശക്തരാണെന്നും എത്രമാത്രം ബുദ്ധി ഉള്ളവരാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇസ്രായേലി രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ രഹസ്യ അന്വേഷണ ഏജൻസിയാണ് മൊസാദ്. അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ CIA പോലും വളരെ വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു രഹസ്യ അന്വേഷണ ഏജൻസിയാണ് മൊസാദ്. ഇസ്രായേലി സൈന്യവും അവരുടെ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദുമൊക്കെ വളരെ ശക്തരാണെങ്കിൽ പോലും അവർക്ക് വേറെ ഒരു ടീമിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതായത് സൈന്യത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് എത്താൻ സാധിക്കുന്ന ഒരു ടീം, വളരെ രഹസ്യ സ്വഭാവമുള്ള മറ്റൊരു ടീം. അതായത് മൊസാദിന് പോലും ചെയ്യാൻ പറ്റാത്ത ദൗത്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന അതിബുദ്ധിമാന്മാരും അതികൗശലരും അടങ്ങുന്ന വേറൊരു ടീം. അങ്ങനെ 1972 മൊസാദും ഇസ്രായേലി മിലിറ്ററിയും കൂടെ ചേർന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ടീം സൃഷ്ടിക്കുകയാണ്. ആ ടീമിന്റെ പേരാണ് കിഡോൺ, KIDON. മൊസാദിനെക്കാട്ടിലും രഹസ്യ സ്വഭാവമുള്ള, മൊസാദിന് ചെയ്യാൻ പറ്റാത്ത ദൗത്യങ്ങളൊക്കെ ചെയ്യുവാനായി ഈ ഒരു ടീം അവർ ഉണ്ടാക്കി എടുക്കുകയാണ്. കിഡോൺ, KIDON. ഇസ്രായേലി സൈന്യത്തിലുള്ള ഏറ്റവും കഴിവുള്ള കമാൻഡോസിനെയും സ്പൈസിനെയും തസ്കര ധീരന്മാരെയും കൂടെ ചേർത്താണ് ഇവർ ഈ ഒരു ടീം ഉണ്ടാക്കുന്നത്. കിഡോണിലെ അംഗങ്ങൾക്ക് കണ്ണ് ചിമ്മാതെ കള്ളം പറയാനുള്ള കഴിവ്, വെറുക്കാതെയും വെറുപ്പിക്കാതെയും ആരും അറിയാതെയും വേദനിപ്പിക്കാതെയും കൊല്ലാനുള്ള കഴിവ്, നിമിഷങ്ങൾക്കുള്ളിൽ വേഷവും ഐഡന്റിറ്റിയും, അതായത് വ്യക്തിത്വവും മാറാനുള്ള കഴിവും, ഇതെല്ലാം ആ ഒരു ടീമിലെ അംഗങ്ങൾക്ക് വേണ്ട അത്യാവശ്യ ഘടകങ്ങളായിരുന്നു.
കിഡോൺ ഏജന്റുമാർ പ്രത്യക്ഷത്തിൽ പ്രേതങ്ങളായി മാറാൻ പരിശീലിക്കും. അവർ ഉച്ചാരണങ്ങൾ, സംസ്കാരങ്ങൾ, ഐഡന്റിറ്റികൾ അതായത് വ്യക്തിത്വങ്ങൾ എന്നിവ പഠിക്കുന്നു. അവർക്ക് പാരീസിലോ ടെഹ്റാനിലോ ദുബായിലോ ലോകത്തിലുള്ള ഏത് സ്ഥലം ആയിക്കോട്ടെ അവിടെല്ലാം അവർക്ക് ഇഴുകി ചേരാൻ കഴിയുന്ന പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് മറ്റൊരാളായി മാറാൻ കഴിയും. ചിലർ പറയുന്നത് അവർ വർഷങ്ങളോളം വ്യാജ ജീവിതം നയിക്കുന്നു എന്നാണ്. കിഡോൺ രൂപീകരിക്കാനുള്ള പ്രധാന കാരണം 1972 നടന്ന ഒരു സംഭവമായിരുന്നു. 1972 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുത്ത 11 ഇസ്രായേലി അത്ലറ്റ്സിനെ പലസ്തീനിയൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അതായത് തീവ്രവാദ സംഘടനയായ ബ്ലാക്ക് സെപ്റ്റംബർ വധിച്ചു. ഈ ഒരു സംഭവം ലോകം മറന്നെങ്കിലും ഇസ്രായേൽ അത് മറന്നില്ലായിരുന്നു. അവർ പകരം ചോദിക്കാനുള്ള തക്ക സമയത്തിനായി കാത്തിരുന്നു. അങ്ങനെ അവർ കിഡോൺ രൂപീകരിക്കുകയുണ്ടായി ഈ ഒരു ദൗത്യത്തിനു വേണ്ടിയിട്ട്. ദൗത്യം പലസ്തീനിയൻ തീവ്രവാദ സംഘടനയായ ബ്ലാക്ക് സെപ്റ്റംബറിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക. ഈ ഒരു ദൗത്യത്തെ ഇസ്രായേൽ ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്ന് പേരിട്ടു, അതായത് ദൈവത്തിന്റെ കോപം. പക്ഷേ ഈ ഒരു ദൗത്യം അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് വർഷങ്ങളെടുത്തു. എന്നാലും ആ ഒരു സംഭവത്തിന് ഉത്തരവാദികളായ തീവ്രവാദ സംഘടനയിലെ ഓരോ അംഗങ്ങളെയും അവര് തെരഞ്ഞു പിടിച്ചു വധിച്ചു. യൂറോപ്പിൽ ഉടനീളം ഓരോരുത്തരായി പാരീസ്, ഏഥൻസ്, റോം, ബെയ്റൂട്ട് ഇവിടെല്ലാം ചെന്ന് ആ ഒരു സംഭവത്തിന് ഉത്തരവാദികളായ എല്ലാ തീവ്രവാദികളെയും അവർ വധിച്ചു. കോടതിയില്ല, വിചാരണയില്ല, കരുണയില്ല. ഓരോ ദൗത്യവും ആരംഭിക്കുന്നത് ഒരു ഫയലിലാണ്. ഒരു ഫോട്ടോ, ഒരു ജീവിത രീതി, ഒരു സ്ഥലം. കിഡോൺ ഏജന്റുമാർ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ഒരു രാജ്യത്ത് പ്രവേശിക്കുന്നു. ചിലപ്പോൾ വിനോദസഞ്ചാരികളായി, ചിലപ്പോൾ ദമ്പതികളായി, പത്ര പ്രവർത്തകരായി അല്ലെങ്കിൽ സഹായ പ്രവർത്തകരായി. അവർ ഓരോ ചലനത്തെയും ഓരോ നിഴലിനെയും പഠിക്കുന്നു. ക്യാമറ പോലെ തോന്നിക്കുന്ന ഒരു തോക്ക്, ഹൃദയാഘാതത്തെ അനുകരിക്കുന്ന ഒരു വിഷം, ഒരു തുമ്പ് അവശേഷിപ്പിക്കാത്ത ഒരു ബോംബ്. ജോലി പൂർത്തിയാക്കുമ്പോൾ സൂര്യപ്രകാശത്തിന് മുൻപ് അവർ അപ്രത്യക്ഷരാകുന്നു. മൊസാദിലെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അവരുടെ യഥാർത്ഥ പേരുകൾ അറിയൂ. ചിലർ പറയുന്നു അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല എന്ന്. അവർ വീരന്മാരാണോ അതോ ആരാച്ചാർമാരാണോ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സംരക്ഷകരാണ്, രാജ്യത്തെ ജീവനോടെ നിലനിർത്തുന്ന അദൃശ്യ കരങ്ങൾ. എന്നാൽ ചോദ്യം അവശേഷിക്കുന്നു, രഹസ്യമായി നീതി നടപ്പാക്കപ്പെടുമ്പോൾ അതിനെ ഇപ്പോഴും നീതിയെന്ന് വിളിക്കാമോ? ഈ ചാരവൃത്തിയുടെ ലോകത്ത് ധാർമ്മികത പുകയിലൂടെ വെളിച്ചം പോലെ വളയുന്നു. ശരിയും തെറ്റും സത്യങ്ങളെ ഉപകരണങ്ങളായി മാറുന്നു. ഒരു പക്ഷേ നിഴലുകളിൽ ജീവിക്കുന്നതിൻ്റെ വില അതായിരിക്കും, അല്ലേ? എവിടെയോ ഇപ്പോൾ ഒരാൾ സാധാരണ ജീവിതം നയിക്കുന്നുണ്ടാകാം. ഒരു അച്ഛൻ, അമ്മ, അയൽക്കാരൻ. എന്നിട്ടും ആ പുഞ്ചിരിയുടെ കീഴിൽ എല്ലാ റെക്കോർഡുകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞ ഒരു പേര് മറഞ്ഞിരിക്കുന്നുണ്ടാകാം. അതാണ് കിഡോന്റെ നിശബ്ദത. ആ നിശബ്ദതയിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത സത്യം ഒളിച്ചിരിക്കുന്നു. അതാണ് കിഡോൺ, KIDON. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.